ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വീഡിയോ ഞാൻ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സുലു ആൻറ്റിയുടെ മോൻ്റെ വെഡ്ഡിങ് വരിക. അപ്പോൾ അതിൻ്റെ പരിപാടികൾക്ക് നമ്മളെല്ലാവരും ചെന്നൈ പോകുന്നുണ്ട്. ഒരു പരിപാടി രണ്ട് പരിപാടി ചെന്നൈയിലും ഒന്ന് കോഴിക്കോട്ടിലുമാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇടുന്ന ഡ്രസ്സ് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ആൾക്കാർ, എവിടെ നിന്നാണ് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് യൂഷ്വലി ഒരു വെഡ്ഡിങ് ഫംഗ്ഷന് പോകുമ്പോൾ ഡ്രസ്സൊക്കെ പ്ലാൻ ചെയ്യുന്നത് എന്നിങ്ങനെ ഒരു വീഡിയോയിലൂടെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് ഏകദേശം എല്ലാം ആയി. പക്ഷേ ഇന്ന് ഞാൻ വീട്ടിൽ നോക്കിയപ്പോൾ കുറച്ച് ഓൾട്രേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നാളെ കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നേരം മുന്നേ ഞാനും അമ്മയും ലുലു മോളിൽ പോയിട്ട് ഇതെൻ്റെ ഡ്രസ്സിന് വേണ്ടി കുറച്ച് ജ്വല്ലറി ഒക്കെ വാങ്ങിച്ചു. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഡേ സംഗീത്തിന് ഞാനൊരു ഓറഞ്ച് ലെഹങ്കയാണ് ഇടുന്നത്. അപ്പോൾ ഓറഞ്ചിൻ്റെ കൂടെ ഗ്രീൻ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കുന്തൻ ടൈപ്പ് ഗ്രീൻ ഇയറിങ്സ് ആൻഡ് നെറ്റിച്ചുട്ടിയാണ് എടുത്തത്. എനിക്ക് മാല വേണോ നെറ്റിച്ചുട്ടി വേണോ എന്നിങ്ങനെ ഡൗട്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ നല്ല പെയറായിട്ട് ഇതാണ് കിട്ടിയത്. സോ ഐ തോട്ട് ഐ ഗോ വിത്ത് ദിസ്. പിന്നെ റിസപ്ഷന് ഞാനൊരു മെറൂൺ ഒരു പ്രീ ഡ്രേപ്ഡ് സാരി പോലത്തെ ഒരു ഡ്രസ്സായിരുന്നു. അതിൻ്റെ കൂടെ ഓൾസോ ഗ്രീനാണ് ഞാൻ എടുത്തത്. ഞാൻ മെറൂൺ ഉണ്ടോ എന്ന് നോക്കി, പക്ഷെ മെറൂണിൽ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് എനിക്ക് കിട്ടിയില്ല. സോ ദിസ് ഈസ് വാട്ട് ഐ വിൽ ബി വെയറിങ് വിത്ത് മെറൂൺ ഡ്രസ്. പിന്നെ ഞാനൊരു വൈറ്റ് സാരി ഉടുക്കുന്നുണ്ട്. അതിനായി തോട്ട് ഞാൻ കുറേ നാൾ മുന്നേ ചെന്നൈ പോയപ്പോഴാണോ ചെന്നൈ പോയപ്പോൾ അവിടുത്തെ ഉമ്മിടി ബംഗാരു എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലറി ഷോപ്പിൽ ഒരു ഡയമണ്ട് ഇയറിങ് ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ വാങ്ങിച്ചായിരുന്നു. കുറച്ച് വലിയൊരു ഡയമണ്ട് ഇയറിങ്. അപ്പോൾ അത് ഇതുവരെ എവിടെ ഇട്ടില്ല. ഓൾമോസ്റ്റ് 1 ഇയർ ആയി ഞാൻ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഞാൻ അത് എന്തായാലും ഈ അവസരത്ത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി ഉടുത്തിട്ടുള്ളൊരു വൈറ്റ് സാരിയാണ്, ഒരു വൈറ്റ് നെറ്റ് സാരി. അതിൻ്റെ കൂടെ ഞാൻ ആ ഡയമണ്ട് കമ്മലിട്ട് പെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ ട്രയലിന് പോകുമ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കുറച്ചൊക്കെ കാണിക്കാം. സോ ഐ എം ഓൺ മൈ വേ ടു ശാന്തിനി. ശാന്തിനിന്നാണ് ഞാൻ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. സോ എൻ്റെ 2-3 വേറെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വെഡ്ഡിങ് ഈ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ സാരിയുടെ ബ്ലൗസ് കൊടുത്തിട്ടുണ്ട്. സോ ഈ പോകുന്ന പരിപാടി 2 പരിപാടി ചെന്നൈയിലും 1 പരിപാടി കോഴിക്കോടിലുമാണ്. ചെന്നൈയിലെ പരിപാടിക്ക് ഐ ആം വെയറിങ് എ ലെഹങ്ക ആൻഡ് എ സാരി. സാരി ഞാൻ ഇട്ടിട്ടുള്ളത് തന്നെയാണ്. അതിന് ഞാനൊരു സെപ്പറേറ്റ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ കോഴിക്കോടിലെ ഫംഗ്ഷനാണ് ഐ ആം വെയറിങ് എ പ്രീ ഡ്രേപ്ഡ് സാരി. അതിന്ന് മിക്കവാറും റെഡിയായി കാണില്ല, കാരണം അത് കുറച്ചുകൂടെ നാൾ കഴിഞ്ഞിട്ട്. ഇപ്പം ചെന്നൈയിലാണ് നമ്മൾ ഉടനെ പോകുന്നത്. അപ്പോൾ സോ ദ ഓറഞ്ച് ലെഹങ്ക ആൻഡ് വൈറ്റ് ബ്ലൗസ് ആയിരിക്കും ഞാനിപ്പോൾ ട്രയൽ ചെയ്യാൻ പോകുന്നത്. മെറൂൺ പ്രീ ഡ്രേപ്ഡിൻ്റെ ബ്ലൗസ് മേ ബി ആയി കാണും, അവിടെ എത്തുമ്പോൾ അറിയാം. സോ ഇതാണ് എൻ്റെ ഓറഞ്ച് ലെഹങ്കയുടെ സ്കേർട്ട്, ഷോൾ, ബ്ലൗസ്. ഇതെൻ്റെ പഴയ ബ്ലൗസ്. ഇത് ഞാൻ വിത്ത് സ്ലീവ് സ്റ്റിച്ച് ചെയ്തൊരു പുതിയ ബ്ലൗസ്. ലെറ്റ്സ് ഗോ ട്രൈ ദിസ് ഓൺ. സോ ഇതിൻ്റെ ടോപ്പിൻ്റെ ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി. ഇതെൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ സാരിക്ക് ഇടാനുള്ള ബ്ലൗസാണ്. ദാറ്റ്സ് ക്വൈറ്റ് ഓൾ റൈറ്റ്, വേറെ പ്രശ്നമൊന്നുമില്ല. സ്കേർട്ട് ഇപ്പോൾ കറക്റ്റായി. ഇതാണ് ഷോൾ. ഞാൻ കാണിച്ചത് നേരത്തെ. പിന്നെ എൻ്റെ ആ ഒരു വൈറ്റ് ബ്ലൗസിലും ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ട്, അതിന് കൊണ്ടുപോയിരിക്കുന്നു. സോ ഇതാണ് എൻ്റെ വൈറ്റ് സാരിക്ക് ഇടുന്ന പുതിയ ബ്ലൗസ്. ഇപ്പോൾ കറക്റ്റായി. അങ്ങനെ നമ്മൾ ചെന്നൈ എത്തി. ഹോട്ടൽ റൂമിൽ നിൽക്കുവാണിപ്പോൾ. ഞാനും ഹൻസുമാണ് ഒരു റൂം ഷെയർ ചെയ്യുന്നത്. ഹൻസു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ എൻ്റെ ഡ്രസ്സ് എടുത്ത് സ്റ്റീം അയൺ ചെയ്യുക. ഞാൻ സ്കേർട്ടും ടോപ്പും സ്റ്റീം അയൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചത് ചുമ്മാ ഇരുമുടകൾ മുകളിലെടുത്തേക്കാം എന്നുള്ള രീതിയിൽ കാണിച്ചു തരാം. സ്കേർട്ട് ഫുള്ളി അയൺ ചെയ്തു. ടോപ്പ് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ല, ബട്ട് എനിവേസ് ഐ ഡിഡ്. ഷോള് കുറച്ച് ചെയ്യാനുണ്ട്, ചെയ്യട്ടെ. അപ്പം ഞാൻ സ്റ്റീം അയണൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ മേക്കപ്പ് ഇട്ട് തുടങ്ങണം. അപ്പം മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ഞാൻ ഈ ഫേസ് മാസ്ക് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മലേഷ്യയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചൊരു ജാപ്പനീസ് ഫേസ് മാസ്ക് ആണ്. ഞാൻ ഒരിക്കൽ ഉപയോഗിച്ചിട്ടുണ്ട്, എന്താണ് ഇതിന് ഗുണം എന്നറിയില്ല. സ്കിൻ കുറച്ച് ഹൈഡ്രേറ്റ് ആവും. അപ്പോൾ മേക്കപ്പിന് മുന്നേ കുറച്ച് ഹൈഡ്രേറ്റ് ആയിട്ടിരുന്ന ഗ്ലോയി സ്കിൻ ലുക്ക് വരും.
8 മിനിറ്റ് വെച്ചാൽ മതി ഇത്. പക്ഷെ ഇത് വെച്ചപ്പോൾ പണ്ടുള്ള പ്രശ്നം ഇതിനിങ്ങനെ ഭയങ്കര ഒരു സ്ഥിരം പോലെ ഒരു സാധനം വരും. അപ്പോൾ കുറച്ചധികം ഓയിലി ആവും സ്കിൻ. പക്ഷെ ഒരു ഹൈഡ്രേറ്റഡ് ഫീലും ഉണ്ട്. വെക്കാം. ഇങ്ങനെയൊക്കെ ഒരു അവസരം വരുമ്പോഴല്ലേ നമ്മൾ യൂസ് ചെയ്യണ്ടേ. സോ ഞാൻ പോയി ഒന്ന് മുഖമൊക്കെ കഴുകി കൈയൊക്കെ വാഷ് ചെയ്തു. നമുക്ക് ഫേസ് മാസ്ക് വെക്കാം. ഇതൊരു കുറച്ച് ചെറിയ കണ്ണുള്ളവർക്ക് ഉണ്ടാക്കിയതാണ്. കസേര ഞാൻ ടേബിളിൻ്റെ മേളിലാണ് ഇരിക്കുന്നത്. ചെറിയ കണ്ണുള്ളവർക്ക് ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല. എൻ്റെ കണ്ണ് ഫിറ്റ് ആവുന്നില്ല. ഞാൻ അങ്ങോട്ട് വലിക്കുന്നു, അപ്പോൾ ഇവിടെ അടയുന്നു, ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇവിടെ അടയുന്നു. ചെത്തായിട്ടുണ്ട് എൻ്റെ കണ്ണ്. ഇതൊരു 10 മിനിറ്റ് വെക്കാം. ടൈം നോക്കട്ടെ. 4:57. നമുക്കൊരു 5-7 ആകുമ്പോൾ മാറ്റാം. In the meantime, നമുക്ക് നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാം. ദാറ്റ്സ് മൈ മേക്കപ്പ് പൗച്ച്. പിന്നെ നമുക്ക് എന്താ ഉള്ള ഇയറിങ്സ്, ജ്വല്ലറി എടുക്കാം. ഞാൻ എന്ത് ചെയ്താലും ചെയ്യുന്ന എൻ്റെ ഒരു ബിഗ് ഫാൻ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. Thank you. I know, like, I'm just so gorgeous. Oh my god. Wow, I mean, we just saw Hazi and she got... And so say how Hazi got scared. She gave us this disgust look. Yeah, but I like her. And I loved it. എനിക്കുള്ളൊരു പെറ്റ് പീവ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഡ്രസ്സിൽ ഇങ്ങനെ കുഞ്ഞു നൂല് ഇളകിയിരിക്കുന്നത് വേറെ ആർക്കും കാണാൻ പറ്റില്ല. ഒരു പക്ഷേ ഒരു മൈക്രോസ്കോപ്പ് കൊണ്ടുവന്നേ കാണാൻ പറ്റും. എന്നാലും എന്നെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ അമ്മൂൻ്റെ മുറിയിൽ പോയി സിസേഴ്സ് എടുത്ത് ഇത്രയൊക്കെയുള്ള കുട്ടി ബിറ്റ്സ് ഞാൻ ഇങ്ങനെ മുറിച്ച് കളയുമായിരുന്നു. ഐ ഓൾമോസ്റ്റ് ഗോട്ട് എ ഹാർട്ട് അറ്റാക്ക്. ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ ജ്വല്ലറി വീട്ടിൽ വെച്ച് മറന്നു എന്ന്. പറ്റുന്നു. സോ ഞാൻ അന്ന് വീട്ടിൽ കാണിച്ച വീഡിയോയിൽ I think I showed a green earring and a നെറ്റിച്ചുട്ടി which I said I'd pair with this orange lehenga. പക്ഷേ നോ, ഞാൻ എൻ്റെ മൈൻഡ് മാറ്റി. എന്തായാലും ആ കമ്മൽ ഹൻസിന് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹൻസ് ഇന്ന് ആക്ച്വലി ഇടാൻ വെച്ചിരുന്ന, ഞാൻ മെറൂണിൻ്റെ കൂടെ ഇടാൻ വെച്ചിരുന്ന കമ്മലുണ്ട്. വി തോട്ട് വിൽ ഷെയർ. പക്ഷേ അവൾക്ക് എൻ്റെ ഓറഞ്ചിൻ്റെ കൂടെ വാങ്ങിച്ച് ഗ്രീൻ കണ്ടപ്പോൾ അത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു നോക്കട്ടെ, വീട്ടിൽ വേറൊരു കമ്മലുണ്ട്, അതെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ ഡ്രസ്സ് ഇട്ട് നോക്കിയാലേ എനിക്ക് അറിയാൻ പറ്റൂ. കൂടുതൽ ചേർന്നാൽ ഇത് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഷി വാസ് ലക്കി. കാരണം എനിക്ക് മറ്റേ കമ്മൽ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് ഗോയിങ് വിത്ത് ദിസ് ബെറ്റർ. അതുകൊണ്ട് ഞാൻ അതിടാന്ന് വിചാരിച്ചു. ഒരു ക്രീപ്പ് എൻ്റെ ബാക്കിയിരിക്കുന്നു. എന്നെ നോക്കിയത്. ഞാൻ അധികം നേരം ഇത് വെച്ച് സംസാരിക്കുന്നില്ല. എനിക്ക് തന്നെ എന്നെ കാണുമ്പോൾ വെച്ച് ഇടിച്ചു കൊടുക്കാൻ തോന്നുന്നു. കമ്മലും കൂടെ കാണിച്ചിട്ട് ക്രിസ്റ്റഫർ ഞാൻ പോയി മാറ്റാം. സമയം 10 മിനിറ്റ് ആവും. കമ്മലും കൂടെ കാണിച്ചിട്ട് റിമൂവ് മൈ ഫേസ് മാസ്ക്. സോ ഇതാണ് ഞാൻ ഇടുന്ന കമ്മൽ. ഇതിൽ ഓറഞ്ച് ഇല്ല സത്യം പറയുകയാണെങ്കിൽ. ഇറ്റ്സ് ലൈക്ക് ഒരു മൾട്ടി കളർ, കുറച്ച് ഏർത്തി ടോൺസ് ഒക്കെ ഉള്ളൊരു കളർ. ഇറ്റ് ജസ്റ്റ് സംഹൗ ഗോസ് വിത്ത് ഇറ്റ്. ഞാൻ ഈ കമ്മൽ മാത്രം ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ലെറ്റ്സ് കീപ് ഇറ്റ് പ്ലെയിൻ ആൻഡ് സിമ്പിൾ. So this is how my skin looks after the face mask. ഒരു ഗ്ലോ ഉണ്ടല്ലേ. സോ ഇനി ഞാൻ മേക്കപ്പ് ഇടാൻ പോവുകയാണ്. പക്ഷെ അത് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ഇവിടെ ക്യാമറ വെച്ച് മിറർ നോക്കാനുള്ള സൗകര്യം ഇല്ല ഈ റൂമിൽ. അതുകൊണ്ട് I'll just wear the makeup and show you guys my final look. Okay, see you after a while. Bye. And there, I'm ready guys. യെസ്, ഇറങ്ങാൻ സമയമായി. ഈ റൂമിലെ ലൈറ്റ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കംപ്ലീറ്റ് മേക്കപ്പ് ലുക്കൊന്നും വ്ളോഗ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു മേക്കപ്പ് സ്കില്ലൊന്നും കറക്റ്റ് അറിയുന്നില്ല. പക്ഷേ ഇന്ന് ഐ എം വെരി ഹാപ്പി വിത്ത് മൈ മേക്കപ്പ്. ഇവിടെ കുറച്ച് അറിയുന്നുണ്ട്, ഒരു ഗ്ലോ ഒക്കെ ഉണ്ട്. ഐ എം ഹാപ്പി. ഞാൻ മുടി അഴിച്ചിടും. മുടി ഇപ്പം ഞാൻ കെട്ടി വെക്കുന്ന കാരണം ഐ വോണ്ട് മൈ ഹെയറിൻ്റെ ഈ ഭാഗം കുറച്ച് ഒരു ബെൻഡ് വേണം, അത് ബാക്കിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മുടി കെട്ടി വെച്ചേക്കുന്നത്.
ഓക്കെ ബൈ. എല്ലാരും റെഡിയായി. ഹൻസു വാ, ഇനി പോയാ മതി, ഇനി പോയാൽ മാത്രം മതി. അല്ലെങ്കിൽ റെഡി ആയത് എല്ലാരും പുതിയ ഡ്രസ്, ഞാൻ മാത്രം പഴയ ഡ്രസ്. അതാണ് സിന്ധുവിന്റെ കോൺഫിഡൻസ്. when it was purchased, mine is the oldest. അതല്ല കൺസിഡർ ചെയ്യുന്നത്. വാ പോ. നിങ്ങളെ കണ്ട അമ്മയും മോളും പോലെ. So the full outfit എനിക്ക് കാണിക്കാൻ സാധിച്ചില്ല. I think someone's coming. കുഴപ്പമില്ല നീ. It's okay. So yeah, this is my full outfit. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പാറ്റേൺ ഞാൻ തന്നെ കൊടുത്തതാണ്. ഞാൻ ഉണ്ടാക്കിയ പാറ്റേൺ ഒന്നുമല്ല, ബട്ട് ലൈക്ക് ഞാൻ തന്നെ റെഫറൻസ് നോക്കി എനിക്ക് ചേരുമെന്ന് ഞാൻ മനസ്സിൽ ധ്യാനിച്ചു പോയി കൊടുത്തു. ആൻഡ് I think it suits me. I like it. ആ മെർമെയ്ഡ് ഫിറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മേളിൽ ബോഡി ഹഗിങ് ആയിട്ട് വന്നിട്ട് താഴെ ഇങ്ങനെ ഫ്ലെയർ പോലെ മൊത്തത്തിൽ കൊള്ളാം. ഒരു പഴയ ബോളിവുഡ് സ്റ്റൈലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഐ തിങ്ക് ഓറഞ്ച് ഇസ് നോട്ട് എ കളർ എല്ലാവരും എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇടുന്ന ഒരു കളർ അല്ല. ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തു. ഗെസ് വാട്ട്, ഐ ലവ്ഡ് ഇറ്റ്. സോ നിങ്ങൾ ആരെങ്കിലും വല്ല പരിപാടിക്ക് പോകുന്നുണ്ടെങ്കിൽ give orange color a try. It looks really nice actually. ഞാൻ എന്നെ പുകഴ്ത്തുന്നല്ല, കളറിനെ പുകഴ്ത്തിയതാണ്. ശരി, എനിക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം അൺവാണ്ടഡ് ആയിട്ട് ഷോർട്സ് എടുത്തത്. ബോറടിക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്തു. ശരി. സോ ലൈക്ക് ഐ സെഡ്, ഞാൻ എക്സ്പെരിമെന്റ് ചെയ്താണ് ഈ കളർ എടുത്തത്. ഇറ്റ് കെയിം ഔട്ട് റിയലി വെൽ. ദിസ് ഇസ് സ്റ്റിച്ച്ഡ് ഇൻ ശാന്തിനി. ക്ലോത്തും തുണി ഡൈ ചെയ്തതും സ്റ്റിച്ചിങ്ങും എല്ലാം അവരാണ്. അതാണ് അടുത്തൊരു ഗുണം. വി കൻ ജസ്റ്റ് ഗോ, വി കൻ ചൂസ് ഫ്രം റേഞ്ച് ഓഫ് കളേഴ്സ്. അവർ ആ കളറിൽ തുണി ഡൈ ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരും. ആൻഡ് ഓൾവേസ് ദെയർ സ്റ്റിച്ചിങ് ഇസ് റിയലി ഗുഡ്. സ്റ്റൈലൊക്കെ പറഞ്ഞാൽ അതുപോലെ തന്നെ കിട്ടും. സോ താങ്ക് യു ശാന്തിനി. ലുക്കിംഗ് ഫോർവേഡ് ടു മോർ. സോ ഞാൻ എൻ്റെ മേക്കപ്പ് ഒന്നും അധികം ക്ലിയർ ആയിട്ട് കാണിച്ചില്ല അല്ലേ. ഈവൻ ഹിയർ ഇറ്റ്സ് നോട്ട് ദാറ്റ് ക്ലിയർ. എനിവേസ് ഞാൻ ഒരു ലെൻസ് വെച്ചു. ന്യൂ കളർ ഐ ഫൗണ്ട് ഫ്രം എൻ്റെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചി പറഞ്ഞു തന്നെയാണ്. നിങ്ങൾക്കറിയണോ? അറിയണമെങ്കിൽ ഡു കമൻറ്റ്. ഐ വിൽ ലെറ്റ് യു ഗൈസ് നോ. ഇറ്റ്സ് എ വെരി ഒരു നാച്ചുറൽ ലുക്കിംഗ് കളർ അല്ലേ. ഇറ്റ്സ് ഹേസിലാണ്. യാ. എൻ്റെ ഐ ഷാഡോ കൊള്ളാമെന്ന് ഹസീൻ ആൻറ്റി പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ എന്തോന്നുമാണ് ചെയ്തത്. 3 കളറൊക്കെ ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് ഒരു ട്യൂട്ടോറിയൽ കണ്ടിട്ട് ചെയ്തതാ. എങ്ങനെയോ ഉണ്ട്, കൊള്ളാം. ഓക്കെ ഗൈസ്, ടൈം ടു ഗോ സ്ലീപ്പ്. അപ്പോൾ നാളെയും രാവിലെ എണീക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ചടപടിയെന്ന് മേക്കപ്പ് ഇടണം, എല്ലാം ചെയ്ത് പോകണം. പിന്നെ ബാക്കി നാളെ. ഓക്കെ, സീ യു ഗൈസ് ടുമോറോ. ബൈ. ഗുഡ് മോർണിംഗ്. അടുത്ത ദിവസമായി. ഞാൻ എന്നും ഈ മാസ്ക് എടുത്ത് വെച്ചു ബിക്കോസ് ഐ തോട്ട് ഇറ്റ് ആക്ച്വലി ഡിഡ് എ ഗുഡ് ജോബ്. ഫേസ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരുന്നു ത്രൂ ഔട്ട് ദ ഡേ. സോ എനിക്കിത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ ഐ ഡെൻറ്റ് ലൈക്ക് ഇറ്റ് മച്ച് ബിക്കോസ് ഐ ഫെൽറ്റ് ഭയങ്കര ഓയിലി ആക്കി. പക്ഷേ ആ സീറം നല്ലപോലെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ബാക്കി വരുന്ന ഞാൻ കയ്യിലും നെക്കിലും കാലിലും വരെ തേച്ചു. നല്ലതായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പോൾ തീരാറോയി, കഷ്ടമായി പോയി. പിന്നിപ്പോൾ ഞാൻ റൂമിലേക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഇപ്പോൾ വരും. ഫുഡ് കഴിച്ചിട്ട് മേക്കപ്പൊക്കെ ഇട്ട് ഇന്ന് പോകുന്ന സ്ഥലം, ഐ മീൻ ഇന്ന് പോകുന്ന സ്ഥലത്തെ പരിപാടി ഈസ് ഓൺലി അറ്റ് 5 o'clock. പക്ഷേ ഇറ്റ്സ് ലൈക്ക് 1.5-2 hours ഡ്രൈവ് ഫ്രം ഹിയർ. അപ്പോൾ 5 മണിക്കുള്ള പരിപാടിക്ക് നമ്മൾ 3 മണിക്കുള്ളിൽ തന്നെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങും. സുലുവാൻറ്റി പറഞ്ഞ് 4:30 ഒക്കെ ആകുമ്പോഴേ എത്തണം. അങ്ങനെയാണെങ്കിൽ 2:30 തന്നെ ഇറങ്ങണം. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. എല്ലാം കുറച്ച് ധൃതിപ്പെട്ട് തന്നെ ചെയ്യണം. ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരമായി, ഇതുവരെ എത്തിയില്ല. എത്തിയിരുന്നെങ്കിൽ ഒന്ന് വന്ന് കഴിച്ചിട്ട് കാര്യത്തേക്ക് കടക്കായിരുന്നു. കാരണം ഫുഡ് കഴിക്കുന്നതാണല്ലോ എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്. ഞാൻ ഈ മാസ്ക് വെച്ച് അധികം സംസാരിക്കുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് ക്രീപ്പിംഗ് മീ ഔട്ട് എ ബിറ്റ്. ഓക്കെ, അപ്പോൾ മാസ്ക് ഒക്കെ ഊരി ഫുഡ് എത്തിയിട്ട് കാണാം. എനിക്കിന്ന് പിന്നെ എടുക്കാനേ പറ്റിയില്ല. നമ്മൾ കുറച്ചധികം ലേറ്റായിപ്പോയി. ദിസ് ഇസ് വാട്ട് ഐ എം വെയറിങ്. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ള സാരിയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ്. ബട്ട് ബ്ലൗസ് ഡിഫറെൻ്റ് ആണ്.
ഇതാണ് ക്യാപ് സ്ലീവ് ബ്ലൗസിൻ്റെ കൂടെയാണ് ഇത് പെയർ ചെയ്തത്. ക്യാപ് സ്ലീവ് ഞാൻ ഇടാറേ ഇല്ല, പക്ഷെ എനിക്ക് ഇത്തവണ ഇടണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇട്ടു. ദാറ്റ്സ് ദ വെന്യൂ. നല്ല ഭംഗിയുണ്ട്. ഈ ഡ്രസ്സിൻ്റെ ഒരു ബ്ലിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കാല് പോയി, അതുകൊണ്ട് ഞാൻ ചെരുപ്പില്ലാതെയാണ് മേളിലേക്ക് കയറി വന്നത്. സോ ഇതാണ് എൻ്റെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക്. ഇന്നും ഞാൻ ലെൻസ് വെച്ചു. ഇത് ഞാൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ച ഹാങ്ങിങ് ഡയമണ്ട് ഇയറിംഗ് ആണ്. സോ ഇറ്റ്സ് എ സ്പെഷ്യൽ ഇയറിംഗ് ഫോർ മീ. ഇങ്ങനെ ധൃതിയിൽ ഇതിട്ട് കാറിൽ കയറിയപ്പോൾ എൻ്റെ സ്ക്രൂ താഴെ വീണു. കാറിൽ ഫുൾ തപ്പി കിട്ടിയില്ല. അങ്ങനെ കാർ നിർത്തി. ഞാൻ ഇറങ്ങിയപ്പോൾ ഈ സാരിയുടെ എവിടെ നിന്നോ അതിങ്ങനെ ഊരി വീണു. ടുഡേ വാസ് എ റിയലി നൈസ് ഡേ. ഇനി ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര ഭംഗിയായിരുന്നു. നയൻതാരയുടെയൊക്കെ വെഡിങ് നടന്ന അതേ റിസോർട്ടാണ്, ഷെറട്ടൺ ഗ്രാൻഡ് എന്ന് പറഞ്ഞ ചെന്നൈയിൽ, മഹാബലിപുരം. നല്ല ദൂരം ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. നമ്മുടെ ട്രിവാൻഡ്രത്തെ താജുദ്ദീൻ കോവിൻ്റെ ഒക്കെ ഒരു ലുക്കായിരുന്നു ഓൾമോസ്റ്റ്. അപ്പോൾ ചെന്നൈ പരിപാടി തീർന്നു. ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് കാലിക്കറ്റിലാണ് റിസപ്ഷൻ ഉള്ളത്. ഞാൻ ബാക്കി അവിടെ ആയിരിക്കും എടുക്കുന്നത്. സി യു ഓൾ ഇൻ കാലിക്കറ്റ് ആഫ്റ്റർ ഫ്യൂ മോർ ഡേയ്സ്. ബൈ. ഹായ് ഗൈസ്, ഞാൻ വീണ്ടും വന്നു. വേറൊന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ എടുത്ത ഷോട്ട് ഞാൻ റൂമിൽ പോയി മേക്കപ്പൊക്കെ മാറ്റാൻ വേണ്ടി എടുത്തപ്പോൾ ഐ ജസ്റ്റ് വാണ്ട് ടു സോർട്ട് ഔട്ട് മൈ തിങ്സ്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്സ് തിരിച്ചെടുത്ത് വെക്കാൻ വേണ്ടി ലിപ്സ്റ്റിക്ക് തപ്പുമ്പോൾ എൻ്റെ പേഴ്സിലായിരുന്നു. പേഴ്സ് തപ്പിയിട്ട് കാണുന്നില്ല. ആൻഡ് ഇറ്റ് വാസ് മിസ്സിങ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഓർമ്മയിൽ ഞാനത് വെന്യൂന്ന് തന്നെ എടുത്തോ അതോ കാറിൽ നിന്ന് എടുക്കാത്തയാണോ എനിക്കൊരു ഓർമ്മയില്ല. പക്ഷേ ഹൻസ് ഭാഗ്യത്തിന് ഓർത്തിട്ട് പറഞ്ഞു, നീ ഇവിടെ എത്തിയപ്പോൾ ഈ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി സോഫയിൽ ആ പേഴ്സ് ഇരിക്കുന്ന ഓർക്കുന്നുണ്ട്, കീ കാർഡ് അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം, കാരണം എൻ്റെ ബാഗ് പോലും അല്ല അമ്മൂൻ്റെതാ. അപ്പോൾ പിന്നെ അമ്മു റിസപ്ഷനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ആരോ കൊണ്ട് കൊടുത്തു എന്ന്. ഇല്ലെങ്കിൽ എൻ്റെ കാര്യം തീർന്നേനെ. എന്തായാലും ഐറ്റം കിട്ടി. ഞാൻ ഒട്ടും ഇങ്ങനത്തെ ഒരാളല്ലായിരുന്നു. ലൈക്ക് ഞാൻ ഒട്ടും ഇറസ്പോൺസിബിൾ ആയിട്ടൊരാളെ അല്ല. ഐ എം യൂഷ്വലി വെരി റെസ്പോൺസിബിൾ, ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. ശ്രദ്ധിക്കണം കുറച്ചുകൂടെ. ബി മോർ റെസ്പോൺസിബിൾ ഇഷാനി. അപ്പം ശരി, 12:30 എന്തോ. എനിക്കിനി മേക്കപ്പൊക്കെ മാറ്റി കുളിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. സോ ഐ സീ യു ഗൈസ് on the 29th. ഹലോ. സോ ഇതാണ് എൻ്റെ ഫൈനൽ പരിപാടിക്കുള്ള ലുക്ക്. റെഡി എന്ന സമയം ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഒബ്വിയസ്ലി ബിക്കോസ് ഓഫ് ലാസ്റ്റ് മിനിറ്റ് ഇഷ്യൂസ്. ഡ്രസ്സ് ഞാൻ കാണിച്ചു തന്നെ പറഞ്ഞിട്ട്.
Look number 1. Look number 2. Look number 3. ഇനി എന്നെ എടുക്കുക. So, Look number 4. ഏറ്റവും യുണീക്ക് ഏറ്റവും യുണീക്ക് ആയിട്ട് ഡ്രസ് ചെയ്ത ഔട്ട്ഫിറ്റ് നമ്പർ 4 ആയ ഷാനി കൃഷ്ണ. ഞാനിങ്ങനെ എവിടെ പോയാലും മറ്റൊന്നത്രയും യുണീക്ക് ആവാൻ ശ്രമിക്കും. ദിസ് ഇസ് ഓൾസോ ഫ്രോം ശാന്തിനി. ഇത് ആക്ച്വലി ഞാൻ കൊടുത്ത പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഇവിടെ സ്റ്റിച്ച് ഉണ്ടോ, ഇത് ഞാൻ കൊടുത്ത പാറ്റേൺ അല്ല, ബട്ട് a lot of alterations had come. സോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷനൊക്കെ നടന്ന് ക്ലാസ് വിട്ട് അത് കിട്ടിയത്. സോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ബട്ട് ഇറ്റ് വാസ് ഓക്കെ അല്ലേ. ഐ ലവ്ഡ് ദ ബ്ലൗസ്. ജസ്റ്റ് ആ ബ്ലൗസ് അത്രയ്ക്ക് ഭംഗിയായിരുന്നു. ആ ഒരു അറ്റൻഷൻ ആ ബ്ലൗസിലേക്കാണ് പോയത്. ഇതെല്ലാം ഞാൻ തന്നെ പറയുന്നത്, എനിക്ക് തോന്നിയോണ്ട് പറഞ്ഞ അല്ലേ. നല്ല ബ്ലൗസ് അല്ലേ. സോ ഐ പെയർഡ് ഇറ്റ് വിത്ത് എ ഗ്രീൻ നെക്ലസ്. ഈ നെക്ലസ് ഞാൻ ആദ്യം കാണിച്ചു തന്നെ, ബട്ട് ഒന്നുകൂടെ ഒന്ന് പറയുന്നു. ആൻഡ് എ ഗ്രീൻ ഇയറിംഗ്. ആദ്യം ഞാനൊരു ഹിപ്പ് ചെയിൻ ഇട്ടായിരുന്നു, ഒരു തിൻ ഹിപ്പ് ചെയിൻ. പക്ഷെ എല്ലാം കൂടെ കുറച്ച് ഓവറായി, ഒരു എലഗൻസ് കട്ട് ചെയ്യുന്ന പോലെ ഐ ഫെൽറ്റ്. സോ യാ, ദാറ്റ്സ് ദിസ് ദ ബാക്ക് ഓഫ് മൈ ഡ്രസ്. ഇവിടെ പരിപാടിയെല്ലാം തീരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞവരെ ഐ എം ഗോയിങ് സംവെയർ ടുമോറോ. അത് വേറെ പരിപാടിയാണ്. സോ യാ, സീ യു ഗൈസ്, ബൈ. സോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ആക്ച്വലി ഞാൻ ഇൻസ്റ്റയിൽ ആ വൈറ്റ് സാരിയുടെ ഒക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അന്ന് ഞാൻ 1-2 സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് റിപ്ലൈ ചെയ്തു, മേക്കപ്പ് കൊള്ളാം, ഈ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒന്ന് ചെയ്യൂ എന്നൊക്കെ. ട്യൂട്ടോറിയൽ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു നമ്മൾ, അതുകൊണ്ട് തന്നെ ട്യൂട്ടോറിയൽ ഒന്നും ചെയ്തില്ല. ബട്ട് ടു ബി ഓണസ്റ്റ്, ഞാൻ ഒരു ഫേസ് മാസ്ക് ഇട്ടത് കാണിച്ചില്ലേ, ഐ തിങ്ക് ദാറ്റ് ഫേസ് മാസ്ക് വാസ് ആക്ച്വലി റിയലി ഗുഡ്. അതിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് എണ്ണമയം പിടിച്ച പോലെ ഇരിക്കും, പക്ഷെ ആഫ്റ്റർ എ വൈൽ ഇറ്റ് ജസ്റ്റ് കൈൻഡ് ഓഫ് ഡ്രൈസ്. അതിനൊരു എണ്ണ ബേസ് അല്ല, ഇറ്റ്സ് ലൈക്ക് വാട്ടർ ബേസ്. മുഖം കുറച്ച് ഓയിലി ആയിട്ടിരിക്കുമെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് സ്കിന്നിലേക്ക് അങ്ങ് പിടിക്കും. ഓക്കെ, ദാറ്റ് ഈസ് വൺ തിങ്. അതല്ലാതെ ഡു യു സീ ദ ഷൈൻ? അത് പോയോന്നറിയില്ല, ഉണ്ടോ മനസ്സു? യാ, ഇത് അമ്മൂൻ്റെ ഒരു ഹൈലൈറ്റർ വിച്ച് ഐ തിങ്ക് എ ഫ്രണ്ട് ഓഫ് ഹേഴ്സ് ഗിഫ്റ്റഡ് ഹെർ ഫ്രം അമേരിക്ക. അവിടെ നിന്നുള്ള കിട്ടിയ ഒരു കിട്ടിലും ഹൈലൈറ്റ്. എനിക്ക് അതിന്റെ പേര് പോലും അറിയില്ല, കാരണം അതിന്റെ ഒറിജിനൽ ബോട്ടിൽ പൊട്ടിപ്പോയപ്പോൾ അമ്മു അതിപ്പോ വേറെ ഒരു ട്യൂബിനകത്ത് ലിവ് ടിൻറ്റഡ് എന്നെന്തോ പറഞ്ഞൊരു ഹൈലൈറ്റർ ആണ്. നല്ല വിലയുണ്ട്. ആൻഡ് അത് ഇന്ത്യയിലേക്ക് ഡെലിവർ ആകുമോ എന്നും എനിക്കറിയില്ല. ബട്ട് അതാണ് ഒരു 90% ഈ ഗ്ലോ തരാൻ റീസൺ. അല്ലാതെ എൻ്റെ സ്കിൻ ഇത്രയും ഗ്ലോയിങ് ഒന്നും അല്ല. ഐ വിഷ് ഇറ്റ് വാസ്, ബട്ട് അതാണ് സീക്രട്ട്. സോ എനിവൺ ഹു വാണ്ടഡ് ടു നോ ദാറ്റ്, ദിസ് ഇസ് ദ സീക്രറ്റ്. ആൻഡ് അതല്ലാതെ എൻ്റെ മേക്കപ്പ്, ഞാൻ പണ്ടൊക്കെ ഇട്ടിട്ടുള്ള മേക്കപ്പ് വീഡിയോസ് ഉണ്ട്, ഏറെക്കുറെ അതിലൊക്കെ ഇടുന്ന സംഭവങ്ങൾ തന്നെ ഇപ്പം ഇടണം. മേ ബി 1-2 കൺസീലർ മാറിക്കാണും, ലിപ്സ്റ്റിക്ക് കുറച്ച് മാറിക്കാണും. ബേസിക്കലി ഇറ്റ്സ് ഓൾ ദ സെയിം. മോയ്സ്ചറൈസർ, പ്രൈമർ, രാവിലെ ആണെങ്കിൽ സൺസ്ക്രീനും ഇന്ന് പിറ്റില്ല, ദെൻ കൺസീലർ, ദെൻ കുറച്ച് ഫൗണ്ടേഷൻ, കോമ്പാക്ട്, ബ്ലഷ്, ഐ ഷാഡോ, ഐലൈനർ, ഐബ്രോ, ലിപ്സ്റ്റിക്, മേക്കപ്പ് സ്പ്രേ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ എന്നോട് എൻഡ് ചെയ്യുന്നു. ഈ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ എന്ത് കൊടുക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, ബിക്കോസ് ഐ ഡോണ്ട് നോ എന്ത് വീഡിയോ ആണ് ഞാൻ. ബട്ട് എല്ലാവരും അല്ല, കുറേ പേര് ചോദിക്കുമായിരുന്നു യൂഷ്വലി എങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ഇടുന്നതും, ആൻഡ് ഓൾസോ ഞാൻ എങ്ങനെയാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഡ്രസ്സൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതൊക്കെ ചോദിക്കും. ഞാൻ ഈ ജോലി അല്ലാതെ ഞാൻ ചിലപ്പോൾ ഒരു ഫാഷൻ ഡിസൈനർ ആയനെ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സൊക്കെ ഡിസൈൻ. എൻ്റെ മനസ്സിൽ ഞാൻ ഡിസൈൻ ചെയ്യും, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം ഡിസൈൻ ചെയ്യുന്നതും. സ്റ്റിച്ച് ചെയ്യുന്നതല്ല, സ്റ്റിച്ച് ഞാൻ കൊടുക്കും. അപ്പം ഞാൻ ഇപ്പോൾ ഈ വന്ന പരിപാടിക്കൊക്കെ കളർ തീം ഉണ്ടായിരുന്നു. അപ്പോൾ കളർ തീം അനുസരിച്ച് എൻ്റെ ബോഡിക്ക് ചേരുന്ന ടൈപ്പ് പാറ്റേൺ ഒക്കെ ഞാൻ നോക്കി ഞാൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ലൈക്ക് ഇപ്പം പിൻട്രസ്റ്റിലൊക്കെ നോക്കാറുണ്ട് ഞാൻ സജഷൻസ്, എൻ്റെ ടൈപ്പ് ഒരു ബോഡിയുള്ള ആരുടെയും നോക്കിയിട്ട് അങ്ങനെയൊക്കെ, മനസ്സിലായില്ലേ? സോ ഞാൻ കൂടുതൽ വലിച്ച് നീട്ടുന്നില്ല. That's all for today. See you guys in my next video. Thank you so much for watching. Bye.